നിയമപരമായും രാഷ്ട്രീയപരമായും നിങ്ങളുടെ പിന്നിലുണ്ടാകുമെന്ന് മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവരികയും ആ അന്വേഷണം കൃത്യമായി നടത്തി സത്യം വെളിച്ചത്ത് കൊണ്ടുവരേണ്ടെന്ന പോലീസ് കള്ളിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്ന വാർത്ത വരികയും ചെയ്തപ്പോഴാണ് ഇന്നത്തെ ദിവസം പോലീസിന്റെ പണി ഓർമ്മിപ്പിക്കാൻ യൂത്ത് ലീഗുകാർ പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ തടിച്ചുകൂടി നിൽക്കേണ്ടി വന്നത് എന്ന് ദുഃഖത്തോടെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പോലീസിന്റെ പണിയെടുക്കേണ്ടതാണ്. തിരൂരങ്ങാടിയിൽ ഇങ്ങനെയാണ്. ഇത് തിരൂരങ്ങാടിക്കാരുടെ ഒരു നിയോഗമാണ്. നമ്മളിവിടെ വാങ്ങിയതും നേടിയതും അനുഭവിക്കുന്നതും ആരും ഔദാര്യമായി തന്നതല്ല, പിടിച്ചു വാങ്ങിയതാണ്, അടിച്ചു വാങ്ങിയതാണ്. നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യമടക്കം അങ്ങനെയാണ്. ഫൈസൽ വധത്തിന്റെ കേസ്, ആ കേസിലെ പ്രതികൾ തിരൂരങ്ങാടിയിലെ ചായക്കടയിൽ നിന്ന് ചായ കുടിക്കുകയും ഇവിടുത്തെ ഉത്സവപ്പറമ്പുകളിൽ അലഞ്ഞു നടക്കുകയും ചെയ്തപ്പോൾ ചെമ്മാട്ടങ്ങാടിയിൽ സമരം നടത്തി പോലീസ് മൈൻഡാക്കിയില്ല. കാരണം കക്കാടുന്ന് ചെമ്മാട് വരെ പോണ റോഡ് ബ്ലോക്കായാൽ ഒന്നും സംഭവിക്കാനില്ലല്ലോ. അപ്പോഴാണ് ഈ നിയോജക മണ്ഡലത്തിന്റെ MLA പ്രിയപ്പെട്ട അബ്ദുൾ റബ്ബ് സാഹിബ് ഇവിടെ തുടങ്ങിയ സമരം തിരൂരങ്ങാടിയിലെ ചെമ്മാട്ടെ ഈ പ്രദേശത്തെ മാത്രം ഒതുങ്ങി നിൽക്കും, അതങ്ങ് പിരിഞ്ഞു പോയിക്കോളും എന്ന് പോലീസ് വിചാരിച്ചപ്പോൾ ഞങ്ങളൊന്നിങ്ങനെ നടന്നുപോയി. നിങ്ങൾ ആ ദിവസം ആരും മറന്നിട്ടുണ്ടാകില്ല. കക്കാട് പോയി 1 കിലോമീറ്റർ അപ്പുറത്ത് 3 കിലോമീറ്റർ അപ്പുറത്ത് പോയി ഒന്ന് ഉപരോധിച്ചപ്പോൾ ഞാൻ ആ സമരത്തിലേക്ക് 1 കിലോമീറ്റർ നടന്നിട്ടാ വന്നത്. ഞാൻ വരുമ്പോ GJ വണ്ടി കിടക്കുന്നുണ്ട്, KA വണ്ടി കിടക്കുന്നുണ്ട്, PB വണ്ടി കിടക്കുന്നുണ്ട്, TN വണ്ടി കിടക്കുന്നുണ്ട്. അപ്പൊ തിരൂരങ്ങാടി പോലീസ് വിചാരിച്ചത്, അല്ലെങ്കിൽ ജില്ലയിലെ പോലീസ് മേധാവികളൊക്കെ വിചാരിച്ചത്, ഫൈസൽ വധത്തിലെ പ്രതികൾ വലസി നടന്നു കഴിഞ്ഞാൽ MLA തുള്ളിയാൽ മുട്ടോളം തുള്ളും എന്ന് കരുതി ഇത് തിരൂരങ്ങാടി എന്ന് പറയുന്ന ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി ഒതുങ്ങുമെന്ന് നിങ്ങൾ വിചാരിച്ച സമരം
പോലീസിന്റെ ബുദ്ധി പോലീസിന്റെ തൊപ്പിക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നുവെങ്കിൽ അതിന്റെ മുകളിൽ ബുദ്ധിയുള്ളവരാണ് ഇവിടുത്തെ MLA-യും MLA നയിക്കുന്ന പാർട്ടിയും എന്ന് അന്ന് ഈ കാക്കിയുടുപ്പിട്ട പോലീസുകാർക്ക് മനസ്സിലായില്ല. ഏതാ GJ വണ്ടി? ഗുജറാത്തിലെ വണ്ടിയാണ്. അപ്പോ ഗുജറാത്തിൽ അറിഞ്ഞു ഈ വിഷയം. ഓന്റെ വണ്ടി കിടക്കുകയാണ്. ഓന്റെ ബോസിനോട് പറയില്ലേ? പഞ്ചാബിലെ വണ്ടിയാണ് PB, TN-ലെ വണ്ടിയാണ് തമിഴ്നാട്, കർണാടക വണ്ടി. നാഷണൽ ഹൈവേ ബ്ലോക്കായി കഴിഞ്ഞാൽ ഈ രാജ്യത്തിന്റെ നാടി ഞരമ്പിനെ നമ്മൾ ബ്ലോക്കാക്കണം. ഒരു MLA-ക്ക് ഇറങ്ങേണ്ടി വന്നു. എല്ലാരും പറഞ്ഞു പോലീസിനെ സമ്മർദ്ദത്തിലിട്ടു, പോലീസ് വരില്ല എന്ന് പറഞ്ഞു. അവസാനം ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്, അപ്പോ നാഷണൽ ഹൈവേന്റെ ഓരത്ത് വന്ന് കണ്ട ലീഗേര് മുദ്രാവാക്യം വിളിച്ച് കൊയങ്ങണ സമയത്ത് പെരെ പോകുന്ന വിചാരിച്ചത്. വൈകുന്നേരം 5 മണിയായപ്പോ തിരൂരങ്ങാടിയിലെ പോലീസ് ആ ചരിത്രം മറക്കരുത്. 5 മണിയായപ്പോ ഞങ്ങൾ വീട്ടിലേക്ക് പോകാനുള്ള വഴിയല്ല അന്വേഷിച്ചത്. വീട്ടിൽ കിടന്നുറങ്ങുന്ന പായയും തലയണയും നാഷണൽ ഹൈവേയിൽ വിരിച്ച് അവിടെ കിടന്നുറങ്ങി ഫൈസൽ വധത്തിന് തീരുമാനമാകിട്ടില്ലാതെ പിരിഞ്ഞു പോകില്ല എന്ന് തീരുമാനിച്ച പാരമ്പര്യം ഈ തിരൂരങ്ങാടി മണ്ഡലത്തിൽ ഉണ്ടെങ്കിൽ മരം മുറിക്കാർക്കും വ്യാജ RC നിർമ്മാതാക്കൾക്കും ഓശാര പാടുന്ന പോലീസിനെ പാഠം പഠിപ്പിക്കാനുള്ള കരുത്ത് ഇവിടുത്തെ രാഷ്ട്രീയ യുവജന സംഘടനക്ക് ചോർന്നു പോയിട്ടില്ല എന്ന് ഓർമ്മപ്പെടുത്താനാണ് ഞങ്ങൾ ഈ സമരം നടത്തുന്നത്. പോലീസ് പോക്കിരിത്തരം കാണിക്കുന്നു എന്ന് പറയുന്നത് കുഞ്ഞാലിക്കുട്ടിയാണെങ്കിൽ മിസ്റ്റർ DYSP താങ്കൾക്ക് പറയാം അത് ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള രാഷ്ട്രീയ പകപോക്കലാണെന്ന്. പോലീസ് കള്ളന്മാരും കള്ളന്മാർക്ക് കഞ്ഞി വെച്ച് കൊടുക്കുന്നതുമാണ് എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞാൽ അത് പൊളിറ്റിക്കലാണ്. പക്ഷേ പോലീസ് കള്ളനാണ്, പോലീസ് ഫ്രോഡാണ്. ജില്ലാ പോലീസ് മേധാവിയുടെ നെഞ്ചത്തുള്ള IAS എന്ന അക്ഷരങ്ങൾക്ക് അകത്ത് കിടക്കി നിൽക്കുന്നത് കാട്ടുകള്ളത്തരത്തിന്റെ ഫർണിച്ചർ കഥകളാണ് എന്ന് പറയുന്നത് ഭരണപക്ഷ MLA ആണ്. ഞങ്ങൾ വിചാരിക്കുന്നത് ഇന്ന് സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്യുമെന്നാണ്. സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്യുമ്പോൾ ആരും തെറ്റിദ്ധരിക്കരുത്. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയ ഫർണിച്ചർ, ആ ഫർണിച്ചർ നിർമ്മിച്ചിരിക്കുന്നത് മരം മുറിച്ച ഫർണിച്ചറാണ് എന്നും അത് കട്ടതിന്റെ പേരിലാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ, പ്രിയപ്പെട്ട ഷരീഫ് അടക്കമുള്ള എന്റെ സഹപ്രവർത്തകർ ഇരിക്കുമ്പോ ഞാൻ പറയട്ടെ, താമിർ ജിഫ്രി എന്ന ചെറുപ്പക്കാരൻ കേരളത്തിന്റെ രാഷ്ട്രീയം കൊടുങ്കാറ്റ് പോലെ ആഞ്ഞ് ഉലഞ്ഞ സന്ദർഭമായിരുന്നില്ലേ രാജൻ വധക്കേസ്? ഉരുട്ടിക്കൊലക്കേസ് കേരളം മറന്നിട്ടില്ല. ആ ഉരുട്ടിക്കൊലക്ക് സമാനമായ ഒരു ഉരുട്ടിക്കൊലയാണ് താനൂരിലെ പ്രിയപ്പെട്ട താമിർ ജിഫ്രി എന്ന ചെറുപ്പക്കാരനെ പോലീസ് ഉരുട്ടിക്കൊന്നത്. ആ ഉരുട്ടിക്കൊല്ലാൻ കൊട്ടേഷൻ അയച്ചത്, കാക്കിയുടുപ്പിട്ട വേട്ടപ്പെട്ടികളെ പറഞ്ഞയച്ചത് ഈ സുജിത് ദാസാണ്. ഞങ്ങൾ പറഞ്ഞതാണത്. ഒരു ചെറുപ്പക്കാരന്റെ ശ്വാസനിശ്വാസം പ്രാണന് വേണ്ടി പടയുന്ന ആ ചെറുപ്പക്കാരന്റെ ജീവനിശ്വാസത്തിന്റെ ശാപത്തിലാണ് സുജിത് ദാസ് നാണം കെട്ടിറങ്ങി പോകുന്നത് എന്ന് വിശ്വസിക്കാനാണ് യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ ആഗ്രഹിക്കുന്നത്. ഞാൻ ഇന്ന് വരുമ്പോ ഒന്ന് വെറുതെ സ്ക്രോൾ ചെയ്ത് നോക്കി. മലപ്പുറത്തെ പോലീസ്, വെറുതെ മലപ്പുറം പോലീസ് ഒന്ന് സ്ക്രോൾ ചെയ്തപ്പോ എനിക്ക് കിട്ടിയ വാർത്ത മന്ത്രി ശ്രീ V. അബ്ദുറഹ്മാന്റെ ഒരു പ്രസംഗത്തിന്റെ അതിന്റെ റെക്കോർഡാണ്. കേരളത്തിലെ മാധ്യമങ്ങൾ നമ്മൾ ഒരു കീവേഡ് കൊടുത്താൽ ആ കീവേഡുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ വരും. മലപ്പുറത്തെ പോലീസ്. അബ്ദുറഹ്മാൻ പറയുന്നു, മലപ്പുറത്തെ പോലീസ് ബോധപൂർവം കേസുകൾ എടുത്തുകൊണ്ടിരിക്കുന്നു. മലപ്പുറത്തെ ക്രിമിനൽ ജില്ലയാക്കാനുള്ള ആലോചനയുണ്ട്. ഇവിടെ ആര് പറയുന്നു? ഓണറബിൾ മിനിസ്റ്റർ ഫോർ ദ മൈനോറിറ്റി അഫയേഴ്സ്. രാഷ്ട്രീയമായ വിയോജിപ്പുകൾ ഞങ്ങളുണ്ട്. പക്ഷേ അബ്ദുറഹ്മാന്റെ ഓണസ്റ്റിയെ ഞങ്ങൾ അഭിവാദ്യം ചെയ്യുന്നതിന് ഞങ്ങൾക്ക് മടിയില്ല, യൂത്ത് ലീഗിന് മടിയില്ല. കാരണം ഞങ്ങൾ DYFI അല്ല. ഞങ്ങൾ വസ്തുതകളായി കാണുന്നു. ഇവിടെ പ്രിയപ്പെട്ട റസാഖ് സംസാരിച്ചപ്പോ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കായിരുന്നു. ബെന്നി സാർ എന്നാ വിളിച്ചത്. ഈ പോക്കിരിത്തരത്തിനൊക്കെ നേതൃത്വം കൊടുക്കുന്നതിലും ഈ കമ്മീഷൻ വിതരണം ചെയ്യുന്നതിൽ, കമ്മീഷൻ പങ്കുവയ്ക്കുന്നതിലും ബഹുമാനപ്പെട്ട DYSPക്ക് പങ്കുണ്ട് എന്ന് യൂത്ത് ലീഗ് പറയാതെ പറഞ്ഞു വെക്കുകയാണ്.
ഞാനിവിടെ വന്നപ്പോ എന്നോട് SHO ശ്രീനിവാസൻ മര്യാദക്കാരനാണെന്ന് പറഞ്ഞു. ഇവിടുത്തെ പൊതുജനങ്ങൾ അറിയാൻ ഞങ്ങൾ പറയാണ്, SHO ശ്രീനിവാസൻ മര്യാദക്കാരനാണ്. പക്ഷെ ബെന്നി സാർ അങ്ങനെയല്ല കേട്ടോ. അപ്പോഴും ഞങ്ങൾ സാർ എന്ന പേര് വിടുന്നില്ല. നിങ്ങളെ ഞങ്ങൾ ബെന്നി സാർ എന്നല്ല വിളിക്കേണ്ടത്, കള്ളൻ സാർ എന്നാണ് വിളിക്കേണ്ടത്. പക്ഷെ ഞങ്ങൾ രാഷ്ട്രീയ മര്യാദയിൽ ഞങ്ങൾ ബെന്നി സാർ എന്ന് വിളിച്ചോട്ടെ. സാറേ, നിങ്ങൾ 3000-ഓളം വരുന്ന RC, ഇതൊക്കെ ഭാവിയിൽ എന്താ വരിക? ഇതൊക്കെ പോലീസുകാരന്റെ കൂട്ടുകച്ചവടമാണ്. പക്ഷെ തിരൂരങ്ങാടിക്കാരെ, യൂത്ത് ലീഗിന്റെ ഈ സമരം അകലങ്ങളിൽ നിന്ന് കാണുന്നവരോട് ഞാൻ പറയാ, കേരളത്തിന്റെ ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി അദ്ദേഹം പറഞ്ഞത് എന്താണ്? മലപ്പുറത്തിന്റെ മുഖച്ഛായയെ മോശമാക്കാൻ, ന്യൂനപക്ഷങ്ങൾ തിങ്ങിത്താമസിക്കുന്ന മലപ്പുറത്തെ ക്രിമിനൽ ജില്ലയാണെന്ന് പറയാൻ എ മിനി പാകിസ്ഥാൻ ഓഫ് എൻ ഇന്ത്യ, ഇന്ത്യയിലെ കുട്ടി പാകിസ്ഥാൻ എന്ന RSSന്റെ മുഖപത്രമായ ഓർഗനൈസർ കഥ പറയുമ്പോ ആ കഥയിലേക്ക് എരിവും പുളിവും മസാലയും പകർന്നു കൊടുക്കാൻ അവർക്ക് ഡോക്യുമെന്റുകൾ വേണം. കുട്ടി പാകിസ്ഥാനിൽ നടക്കുന്ന മുസ്ലിം തീവ്രവാദത്തിന്റെ കഥകൾ പറയുമ്പോ ഈ ബെന്നിസാറും കൂട്ടരും ഉണ്ടാക്കുന്ന ഈ തിരക്കഥയുണ്ടല്ലോ, ആ തിരക്കഥ മലപ്പുറത്തെ പാവം മാപ്പിളയുടെ ചുമലിൽ വരും. നിങ്ങളുടെ തീവ്രവാദ പ്രവർത്തനത്തിന് പണമുണ്ടാക്കാൻ നിങ്ങൾ വ്യാജ RC ഉണ്ടാക്കുന്നു എന്ന് ദേശീയ പത്രങ്ങൾ, ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ, ഇവിടുത്തെ ഗോഡി മീഡിയ കഥയുണ്ടാക്കും, നോവലുണ്ടാക്കും, അപസർപ്പക സ്റ്റോറീസ് അവരുണ്ടാക്കും. അങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് പാലക്കാട് ജില്ലയിൽ ആന ചെരിഞ്ഞാൽ ആനയാണ് ചെരിയുന്നത്. പക്ഷെ മലപ്പുറത്ത് ആന ചെരിഞ്ഞാൽ ഗണപതിയെ കൊല്ലുകയാണ്. തൃശൂർ ജില്ലയിൽ സിനിമാ ഹാള് കത്തിയാൽ സിനിമാ ഹാള് കത്തിയതാണ്. പക്ഷെ മലപ്പുറത്ത് സിനിമാ ഹാള് കത്തിയാൽ സിനിമാ ഹാളിനെതിരെ സിഗരറ്റ് ബോംബാണ്. അങ്ങനെ മലപ്പുറത്ത് നടക്കുന്ന സകല സംഭവങ്ങളും ഡൽഹിയിൽ തീവ്രവാദത്തിന്റെ പട്ടികയിൽ ഡോക്യുമെന്റ് ചെയ്യുന്നു എന്ന് കേരളത്തിന്റെ എക്സിസ്റ്റിംഗ് മിനിസ്റ്റർക്ക്, ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഭാഗമായ മൈനോറിറ്റി അഫയേഴ്സിന്റെ മിനിസ്റ്റർക്ക് പറയേണ്ടി വരുന്നു എന്ന നിർഭാഗ്യം ഈ ജില്ലയിലുണ്ട് എന്നതാണ്. അതിലേക്ക് വണ്ടിക്ക് ലൈറ്റ് കുറഞ്ഞതിന്റെ പേരിൽ എന്ന് പറഞ്ഞ് കൈ കാട്ടി തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയ ഒരു ഓട്ടോറിക്ഷ, ആ ഓട്ടോറിക്ഷയുടെ ചില്ല് പൊട്ടിക്കുകയാണ്. ബഹുമാന്യനായ ശ്രീനിവാസൻ SHO അങ്ങ് മര്യാദക്കാരനാണ് എന്നതാണ് ഞങ്ങളുടെ ഫീഡ്ബാക്ക്. എങ്കിൽ പറയട്ടെ, ഈ കൂടി നിൽക്കുന്നവരിൽ ഒരു ബൈജു എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്. നിങ്ങൾ വെരിഫൈ ചെയ്യണം. ആ പോക്കിരി, ആ ഗുണ്ട ചെയ്തത് എന്താണെന്നറിയോ നിങ്ങള്? ഈ ഓട്ടോ ഡ്രൈവറുടെ ലൈറ്റിന് വെളിച്ചം പോരാ എന്ന് പറഞ്ഞ് കൊണ്ടുപോയ ഓട്ടോറിക്ഷയുടെ ഹെഡ്ലൈറ്റ് അയാളുടെ ഷൂസ് കൊണ്ട് ചവിട്ടി പൊട്ടിക്കുകയാണ്. എടാ മിസ്റ്റർ ബൈജു, നീ രാവിലെ പോരുന്ന സമയത്ത് നിന്റെ കെട്ടിയോടുമായിട്ട് തല്ലുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് നിന്റെ വീട്ടിലെ കെട്ടിയോട് തീർക്കാം. തിരൂരങ്ങാടിയിലെ ഓട്ടോ ഡ്രൈവറുടെ കാക്കിയിൽ കൈവച്ചാൽ നീ ഇട്ടിരിക്കുന്ന പോലീസിന്റെ കാക്കി ഉടുപ്പിട്ട് മണ്ണിലൂടെ നടക്കാതിരിക്കാനുള്ള ചങ്കൂറ്റം, ജനകീയമായ ശക്തി യൂത്ത് ലീഗിനും ഇവിടുത്തെ യുവജന സംഘടനകൾക്കുമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്താനാ ഞങ്ങൾ ഈ സമരം നടത്തുന്നത്. ഇത് കേൾക്കുന്ന പൊതുജനങ്ങളോട് ഞങ്ങൾ പറയാം, യൂത്ത് ലീഗുകാരന്റെ വീട്ടിലേക്ക് കയറി വന്നതിന്റെ പേരിലല്ല ഞങ്ങൾ ഈ സമരം നടത്തുന്നത്. പോലീസ് വലിയ മിടുക്കന്മാരാണ്, ഭയങ്കര മിടുക്കന്മാരാണ്. കാഫിർ സ്ക്രീൻഷോട്ട് എവിടെ പോലീസ്? നിങ്ങളൊന്ന് പറയോ? കാഫിർ സ്ക്രീൻഷോട്ടിന്റെ അന്വേഷണം എത്തേണ്ടവരിലേക്ക് എത്തുമ്പോ കഴിഞ്ഞ ദിവസം കോടതി ചോദിച്ചിരിക്കുന്നു, മതസ്പർദ്ധ ഉണ്ടാക്കുന്നതിന് നിങ്ങൾ കേസെടുത്തോ? ഞാൻ ഒരു കാര്യം കൂടി എന്റെ പ്രിയപ്പെട്ട യൂത്ത് ലീഗിന്റെ പ്രവർത്തകരോട് പറയാം. കേരളത്തിന്റെ പോലീസിൽ ഏറ്റവും കൂടുതൽ DYSP ബിന്നിമാരല്ല കേട്ടോ. കേരളത്തിന്റെ പോലീസിൽ ഏറ്റവും കൂടുതൽ സുജിത് ദാസുമാരല്ല കേട്ടോ. കേരളത്തിന്റെ പോലീസ് സേനയിൽ ഏറ്റവും കൂടുതൽ ശ്രീനിവാസൻ സാറിനെ പോലുള്ള മര്യാദക്കാരാണ്. ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്യുന്ന യൂത്ത് ലീഗിന്റെ വലിയ പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് UP-യിലെ പോലീസിനെ അറിയാം, മധ്യപ്രദേശിലെ പോലീസിനെ അറിയാം, തെലങ്കാനയിലെ പോലീസിനെ അറിയാം. ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലെയും പോലീസിനെ വെച്ച് കേരളത്തിന്റെ പോലീസ് അന്തസ്സുള്ള പോലീസാണ്, നിഷ്പക്ഷതയുള്ള പോലീസാണ്, നീതിയുടെ കാക്കിയണിഞ്ഞ പോലീസാണ്. ആ ഓർമ്മ വെച്ചുകൊണ്ട് തന്നെ ഞാനിത് വിമർശിക്കുകയാണ്. അതുകൊണ്ട് നല്ല മിടുക്കന്മാരായ സബ് ഇൻസ്പെക്ടർമാരാണ്. പഴയ മലയാള സിനിമയിലുള്ള SI-മാരൊന്നുമല്ല നമ്മളെ പോലീസ് സ്റ്റേഷനിലുള്ളത്. വളരെ മാന്യന്മാരായിട്ടുള്ള, വളരെ നീതിബോധമുള്ള,
വിളിക്കുന്നത് ഭരണകൂടത്തിന്റെ ആളുകളാണെങ്കിൽ പോലും ഞങ്ങൾ മര്യാദ ചെയ്യുമെന്ന് ശക്തിയുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട് നമ്മുടെ പോലീസ് സേനയിൽ. കേരളത്തിന്റെ SSI നമ്മൾ പറയുന്ന ശുചിത്വം, കേരളത്തിന്റെ SSI പറയുന്ന ആരോഗ്യം, കേരളത്തിന്റെ SSI പറയുന്ന സാക്ഷരത, അതിന്റെ കൂട്ടത്തിൽ മാധ്യമങ്ങൾ പറയാത്ത, പൊതുസമൂഹത്തിന് അറിയാത്ത ഒരു കാര്യം ഞാൻ ചേർത്ത് പറയുകയാണ്. കേരളത്തിന്റെ SSൽ ഒന്നുകൂടിയുണ്ട്: നിഷ്പക്ഷതയുള്ള പോലീസ്. നിഷ്പക്ഷതയുള്ള പോലീസ്. പോലീസ് ഉണ്ട്. ആ പോലീസ്, അവരാണ് പോലീസ്. ഇത് എക്സെപ്ഷൻ ആണ്. ഞങ്ങൾ ഈ പറയുമ്പോ പോലീസുകാരെ മുഴുവൻ കള്ളന്മാര് നിന്നും നമ്മൾ പറയണില്ല. ഒരിക്കലും അങ്ങനല്ല, അത് ഫാക്ച്വൽ അല്ല. അതുകൊണ്ട് പോലീസ് സേനക്ക് നാണക്കേടുണ്ടാക്കുന്ന ഈ കീടങ്ങളെ, ഈ കളകളെ പറിച്ചു പിഴുതെറിയണം എന്നാണ് യൂത്ത് ലീഗ് ആവശ്യപ്പെടുന്നത്. ഞാൻ ഇതിന്റെ വിശദാംശങ്ങളൊക്കെ ഇവിടെ റസാക്ക് പറഞ്ഞു കഴിഞ്ഞു. തിരൂരങ്ങാടി യൂത്ത് ലീഗിനെ ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. ഒരു യുവജന സമരം എന്ന് പറഞ്ഞാൽ പോലീസ് വെച്ചിരിക്കുന്ന ബാരിക്കേഡിന്റെ മുകളിൽ ഇരച്ചു കയറി പോലീസുകാരനെതിരെ പോക്കിരിത്തരം കാണിച്ച് ഈ നീതിക്ക് വേണ്ടി ചുമതലപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ കണ്ണും കരണവും അടിച്ച് അവർക്ക് പരിക്കുണ്ടാക്കി ചോരയൊലിക്കുന്ന പോലീസുകാരനെ എടുത്തുകൊണ്ടുപോകുന്ന സീന് വന്നാലേ ഒരു യുവജന സമരം വിജയിക്കൂ എന്ന് വിശ്വസിക്കുന്നവരല്ല ഞങ്ങള്. ഈ ബാനർ പിടിച്ചിരിക്കുന്ന യൂത്ത് ലീഗിന്റെ പ്രവർത്തകർക്ക് മര്യാദ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വമുണ്ട്. അത് മറന്നുകൊണ്ട് ഞങ്ങൾക്ക് സമരം നടത്താൻ പറ്റൂല. ഞാൻ തിരൂരങ്ങാടി മണ്ഡല യൂത്ത് ലീഗിനെ അഭിവാദ്യം ചെയ്യുന്നത് ഇവിടെ സ്വാഗതം പറഞ്ഞ സാലിം, അധ്യക്ഷത വഹിച്ച് പ്രസംഗിച്ച റസാക്ക്, കൃത്യമായ വസ്തുതകൾ വെച്ചുകൊണ്ടാണ് ഇത് വിശദീകരിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്. പോലീസ്, ഞാൻ നേരത്തെ പറഞ്ഞ ഓട്ടോറിക്ഷയുടെ ലൈറ്റ് അടിച്ച് തകർത്ത് എന്ന് പറയുന്നത് തിരൂരങ്ങാടിയിലെ പോലീസ് അല്ല, ക്ഷമിക്കണം, അത് ഇവിടുത്തെ MVD അല്ലെ, മോട്ടോർ വാഹന വകുപ്പിലെ ബൈജു ആണ്. മോട്ടോർ വാഹന വകുപ്പിലെ ബൈജു MVD ആണ്. MVD ബൈജു ആണ് ഇത് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ഡോക്യുമെന്റ് ആക്കാൻ ഇത് പറയാണ്. മിസ്റ്റർ ബൈജു, താങ്കൾക്ക് ഓട്ടോ ഡ്രൈവറുടെ ഹെഡ്ലൈറ്റ് പൊട്ടിക്കാൻ ഏത് വകുപ്പാണോ അവകാശം തരുന്നത്? ഇമ്മാതിരി പോക്കിരിത്തരത്തിന്, ഗുണ്ടായിസത്തിന് ഏത് വകുപ്പാണോ അവകാശം തരുന്നത്? അങ്ങനെ ഈ നാട് സംഘർഷഭരിതമാക്കാൻ ഇത്തരം പ്രശ്നങ്ങളെ സൗമ്യമായി പരിഹരിക്കേണ്ടതിന് പകരം ഞങ്ങൾ ഇന്ന് അറിയുന്നത് ഇന്ന് സുജിത് ദാസിന്റെ സ്റ്റംപ് വീഴുമെന്നാണ്. ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഇന്ന് ഏകദേശം തീരുമാനമാകുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് വ്യാജ RC നിർമ്മാണം അത് വിജിലൻസിന് കൈമാറണം, ക്രൈം ബ്രാഞ്ചിന് കൈമാറണം എന്ന് യൂത്ത് ലീഗ് ഇവിടെ പറഞ്ഞു വെക്കുകയാണ്. കൃത്യമായി ഞാൻ പ്രിയപ്പെട്ട റസാക്കിനോടും സാലിം അടക്കമുള്ള, ഷാഹുൽ ഹമീദ് അടക്കമുള്ള യൂത്ത് ലീഗിന്റെ ഭാരവാഹികളോട് പറയാം, പോലീസിന്റെ അന്വേഷണം പര്യാപ്തമല്ലെങ്കിൽ നിങ്ങൾ ഒരു പീപ്പിൾസ് ട്രൈബ്യൂണലിനെ വെക്കണം. ജനകീയമായ അന്വേഷണ കമ്മീഷനെ വെച്ച് ഈ വിഷയം അന്വേഷിച്ച്, ഇത് മലപ്പുറത്ത് പത്രസമ്മേളനം നടത്തി, ഇത് തിരുവനന്തപുരത്ത് പത്രസമ്മേളനം നടത്തി, രാജ്യത്തിന്റെ സകലമാന ഏജൻസികളിലേക്കും അതിനെ ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അതിനെ ഡോക്യുമെന്റായി കൗണ്ടർ ഡോക്യുമെന്റ് നിങ്ങൾ അയച്ചു കൊടുക്കണം. ആ പണി യൂത്ത് ലീഗ് എടുക്കും. ഞങ്ങളുടെ സമരം ബാരിക്കേഡിൽ വന്ന് ഷോ കാണിച്ച് നിങ്ങളുടെ ജലപീരങ്കികൾക്ക് മുമ്പിൽ നൃത്തമാടി വീട്ടിലേക്ക് പിരിഞ്ഞു പോകുന്നതല്ല. കള്ളന് കഞ്ഞിവെച്ചവനും അവൻ ഓശാര പാടിയവനും മൊഴികൾ തത്തമ്മേ പൂച്ച എന്ന് പറയും പോലെ മൊഴികളെ ഷെയ്പ്പാക്കാൻ വേണ്ടി നിങ്ങൾ കൊടുക്കുന്ന മൊഴികളുടെ ഷെയ്പ്പിംഗ് ക്ലാസ്സിലെ മാഷന്മാരെ, ട്യൂഷൻ എടുക്കുന്ന പോലീസുകാരെ, ആ പോലീസുകാരടക്കം പുറത്തു കൊണ്ടുവരുന്നത് വരെ യൂത്ത് ലീഗ് നിങ്ങളുടെ പിന്നിൽ ഒരു ജനകീയ അന്വേഷണ കമ്മീഷനായിട്ടുണ്ടാകും എന്ന് സ്നേഹപൂർവം പറയാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ സമരം ഉദ്ഘാടനം ചെയ്തതായി, ദൈവനാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഇവിടെ കേട്ടിരിക്കുന്ന ചെയ്യാൻ പറ്റുന്നില്ല. കാക്കിയുടുപ്പിട്ട പോലീസിലെ ഈ ക്രിമിനലുകളുടെ ലോബിയും കാരണം നിങ്ങൾക്ക് പൊതുജനങ്ങളുടെ മുമ്പിൽ നിസ്സഹായത പറയേണ്ടി വരികയാണ് എന്നുകൂടി അൻവറിനെയും അബ്ദുറഹ്മാനെയും സല്യൂട്ട് അടിക്കുമ്പോ നമ്മൾ ഓർക്കണം. അബ്ദുറഹ്മാനെയും അൻവറിനെയും സല്യൂട്ട് അടിക്കുമ്പോ അതിനകത്തൊരു സിംബോളിക് ആയിട്ടുള്ള ട്രോളുമുണ്ട്. ഞങ്ങൾക്ക് പറ്റണില്ല നാട്ടുകാരെ, അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യണത്? പിണറായി ഇത് നിയന്ത്രിക്കൂല, ജില്ലാ പോലീസും നിയന്ത്രിക്കൂല, എന്നാ വാട്സാപ്പ് ഗ്രൂപ്പ് കൈകാര്യം ചെയ്യൂ, ഞാനിതാ നിങ്ങൾക്ക് ഒരു വോയിസ് ക്ലിപ്പ് ഇട്ടുതരാം. ഇതാണ് അബ്ദുറഹ്മാൻ പറഞ്ഞത്. അങ്ങനെയാണോ?
നാട്ടുകാരാണോ കൈകാര്യം ചെയ്യേണ്ടത്? ആൾക്കൂട്ട വിചാരണയാണോ നടക്കേണ്ടത്? സുജിത് ദാസിന്റെ തലയിൽ നിന്ന് തൊപ്പി വലിച്ചു വെക്കാൻ ഇവിടുത്തെ ജനങ്ങൾക്ക് അവകാശമില്ല. പക്ഷേ ആഭ്യന്തര വകുപ്പിന്റെ ചുക്കാൻ പിടിക്കുന്ന കേരളത്തിന്റെ ഓണറബിൾ ചീഫ് മിനിസ്റ്റർക്ക് അവകാശമുണ്ട്. വോയിസ് ക്ലിപ്പ് ചോർത്തല്ല വേണ്ടത്. അൻവറും അബ്ദുറഹ്മാനും മുഖ്യമന്ത്രിയുടെ അകത്തു കയറി, റൂമിൽ കയറി വാതിലടച്ചിട്ട് ബഹുമാനപ്പെട്ട ചീഫ് മിനിസ്റ്റർ, നമ്മുടെ ഭരണത്തെ കളങ്കപ്പെടുത്താൻ ഇവർ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് പൊതു ഉത്തരവാദിത്തമുണ്ട്. ഞാനും അബ്ദുറഹ്മാനും അൻവറും അബ്ദുറഹ്മാനും വരുന്ന എന്റെ ജില്ലയെ, ഞങ്ങളുടെ മാതൃ ജില്ലയെ കളങ്കപ്പെടുത്താൻ ഈ പോലീസുകാർ കൂട്ടുനിൽക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു വിശേഷിച്ച ഉത്തരവാദിത്തമുണ്ട്. നിങ്ങൾ സഹായിക്കണമെന്ന് പറഞ്ഞ് ഈ പ്രശ്നത്തിന് പരിഹാരം തേടുകയാണ് വേണ്ടത് എന്നാ പറഞ്ഞത്. അല്ലാതെ വോയിസ് നോട്ട് ലീക്കാക്കിയിട്ട് വിക്കിലീക്സ് കളിക്കല്ല നിങ്ങൾ ചെയ്യേണ്ടത് എന്നുകൂടി ഇവരൊക്കെ ഹീറോ ആക്കാൻ വേണ്ടി. അൻവർ ഭയങ്കര ഉഷാറാട്ടാ, അബ്ദുറഹ്മാൻ ഭയങ്കര ഉഷാറാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരോട് നിങ്ങളുടെ നിഷ്കളങ്കതയിൽ നിങ്ങൾ അത് ചെയ്തോ. പക്ഷെ യൂത്ത് ലീഗ് ഒരു കാര്യം പറയാണ്, ഇമാതിരി ആൾക്കാരെ തൊപ്പി വാങ്ങി വെച്ച് കുട്ട വീട്ടു പോയിക്കോ, വേറെ വല്ല പടി നോക്കിക്കോ എന്ന് പറയേണ്ട ഭരണകൂടമാണ്. ജനങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒരു MLA കാണാൻ പോകുമ്പോ DYSPയുടെ പോക്കിരിത്തരം കുറുമ്പും കാണിക്കണം. MLA തടയാണ്. അമീദ് മാഷെ തടഞ്ഞാൽ, KPA മജീദിനെ തടഞ്ഞാൽ, പ്രതിപക്ഷ MLA, ഭരണപക്ഷത്തിന്റെ MLA സൂപ്രണ്ട് ഓഫ് പോലീസിന്റെ ആസ്ഥാനത്തേക്ക് ചെല്ലാൻ സമ്മതിക്കുന്നില്ലല്ലോ. ആരാ ഈ SP? ആരാ ഈ DYSP? ഇവരൊക്കെ ബ്രിട്ടീഷ് പോലീസാണോ? അല്ല, കേരളത്തിന്റെ പോലീസാണ്. കേരളത്തിന്റെ പോലീസ് മേധാവിയുടെ കാര്യാലയത്തിലേക്ക് ചെല്ലുമ്പോ ഭരണപക്ഷ MLA കോൺസ്റ്റബിൾ ഇറങ്ങി വന്നിട്ട്, ഞാൻ പിന്നെ നോക്കി കോൺസ്റ്റബിൾ ആണോ അതോ ചായക്കാരനാണോ? SP ഓഫീസിൽ ഉണ്ടപ്പൊരിയും ചായയും കൊടുക്കണമെന്ന് MLA തടുത്തു വെക്കുകയാണ്, അല്ലെങ്കിൽ ആ നിലവാരത്തിലുള്ള ആളുകൾ തടുത്തു വെക്കാണ്. ഇതൊന്നും ഈ നാട്ടുകാർ മറക്കരുത്. അൻവർ ഭയങ്കര സംഭവമാണ്. അൻവർ ഡാ എന്നൊക്കെ പറയുമ്പോ ഇതുകൂടി ഓർത്തു വെക്കണേ എന്ന് പറഞ്ഞ് ഈ സമരം ഉദ്ഘാടനം ചെയ്തതായി ഒരിക്കലൂടെ അറിയിച്ചുകൊണ്ട് സമര പോരാളികൾക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്ന ഈ വിഷയത്തെ നമുക്ക് ജനകീയമായി ഉയർത്തിക്കൊണ്ടുവന്ന് ഇത് കേരളത്തിന്റെ പ്രബുദ്ധ മനസ്സിന്റെ ശ്രദ്ധയിൽ പെടുത്തണം. ഇത് തിരൂരങ്ങാടിയുടെ അതിർത്തിക്കകത്ത് നിൽക്കേണ്ടതല്ല. ഇത് ഡൽഹിയിലെ ഗോസായിമാർക്ക് കിട്ടുന്ന വാർത്തയാണ്. അതിന്റെ ഗൗരവം ബോധ്യപ്പെടുത്താൻ നമുക്ക് ഒന്നിച്ച് ശ്രമിക്കാമെന്ന് മാത്രം പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് യൂത്ത് ലീഗ്, ജയ് ഹിന്ദ്. 30,000-ഓളം വ്യാജ RC-കൾ ഇതിന്റെ അകത്തുനിന്ന് പുറത്തു പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഞാനൊരു വാഹനം വാങ്ങിയിട്ട് 11 മാസമായി, എനിക്ക് ഇതുവരെ RC കിട്ടിയിട്ടില്ല. അപ്പൊ ഇവിടെ ഒറിജിനൽ കൊടുക്കാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മുഴുവൻ ഡ്യൂപ്ലിയാണെന്നാണ് തോന്നുന്നത്. വ്യാജ RC. ഈ അടുത്ത മിനിയാന്നും ഞാൻ RTO ഓഫീസിൽ പോയിട്ട് എൻ്റെ RC എവിടെയെന്ന് ചോദിച്ചു. അതിന് കുറെ നൂലാമാലകളാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നടക്കുന്നത് മുഴുവൻ വ്യാജമാണ്. ഇതിന് പോലീസ് കൂട്ടുനിൽക്കുന്നു എന്ന് വെച്ചാൽ എന്തൊരു അവസ്ഥയാണ്. ഞാനിവിടെ വന്നപ്പോൾ കണ്ടത് പിറകിൽ പോലീസ്, മുന്നിൽ പോലീസ്, അവിടെ ജലപീരങ്കി. നമ്മളെ നേരിടാനാണ്. ഈ ഊക്ക് വേണ്ടല്ലോ ഇതിനൊന്നും, ഇത്ര മുന്നൊരുക്കങ്ങൾ വേണ്ടല്ലോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന വിഷയം യൂത്ത് ലീഗിന്റെ തിരൂരങ്ങാടി നിയോജക മണ്ഡലം കമ്മിറ്റി റസാഖിന്റെയും സാലിമിന്റെയും നേതൃത്വത്തിൽ നിരവധി തവണ ഈ വിഷയം ഉന്നയിച്ച് സമരം നടത്തി വരികയാണ്. ഞാൻ പറയുന്ന ആ സമരത്തിൽ ഇനി നിങ്ങൾ പരിഹാരം കാണുന്നില്ലെങ്കിൽ, കുറ്റവാളികളെ പിടിക്കുന്നില്ലെങ്കിൽ, അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ലെങ്കിൽ ഈ സമരത്തിൽ തിരൂരങ്ങാടി മണ്ഡലം യൂത്ത് ലീഗ് ഒറ്റക്കാവില്ല. ഈ സമരം മുസ്ലിം യൂത്ത് ലീഗിന്റെ ജില്ലാ കമ്മിറ്റി തന്നെ ഏറ്റെടുത്ത് കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരുന്നത് വരെ ആ പോരാട്ടം കനപ്പിക്കാൻ ഞങ്ങൾ മുന്നിലുണ്ടാകും എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. കള്ളനാണെന്ന് പറയാനുള്ള തന്നെയാണ് കാണിക്കണം. ഇവിടെ വന്നിട്ട് കോപ്രായിത്തരം കാട്ടരുത്, അത് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ഇതൊക്കെ ഞങ്ങൾക്ക് എത്തിച്ചു തന്നതിൽ മുക്കുന്നു
അഴിമതിയുടെ കുത്തരങ്ങൾ സംസാരിച്ചാണല്ലോ അത് കിട്ടിയാലേ ഇപ്പൊ തീർപ്പാക്കുന്ന ആൾക്കാരെ വിടാനുള്ള സ്ഥലമുണ്ടല്ലോ മാറി കൊടുക്കുക ആൾക്കാർ പോട്ടെ ആ വലിയ വർത്താനം പറയും ആദ്യം റിപ്പോർട്ട് ഇട്ടുകൊണ്ട് ഓറണ്ട് കൊണ്ട് എന്നിട്ട് പറയാം ഏജന്റായി നടന്നോളൂ നാണമില്ലേ നിങ്ങൾക്ക് നാണമില്ലേ നിങ്ങൾക്ക് എസ് പി ഓഫീസിൽ നിന്നുള്ള അറിയിപ്പ് ഓർഡർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഓർഡറിന്റെ ജില്ലാ യൂത്ത് ലീഗിന്റെ സെക്രട്ടറി പ്രിയപ്പെട്ട ഷെരീഫ് അടക്കയിൽ ഇവിടെ വിശദീകരിക്കും. ഈ RTO ഓഫീസിലേക്ക് സമരം നടത്തിയത് വ്യാജ RC കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേസ് നിലവിൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ നമുക്കെല്ലാവർക്കും ആരാണെന്നുള്ളത്. അതുകൊണ്ട് ആ അന്വേഷണം തൃപ്തികരമല്ലെന്നും അവരെ ഈ ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കാനുള്ള നടപടി സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണെന്നും നമ്മൾ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നമ്മുടെ സമരം നടത്തിയതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഈ കേസ് ഇന്ന് ഇത് ക്രൈം ബ്രാഞ്ചിന് a special investigation team was constituted to conduct the investigation of the case in crime number 829/2024 under section 468, 406, 471, 419 read with 34 IPC of Tirunangadi Police Station, led by the Inspector of Police, Tirunangadi Police Station, under the direct supervision of Deputy Superintendent of Deputy Superintendent of Police, Tanur. By the order first above, considering the gravity of the case, now it is
is decided further investigation of the case in crime number 829. Tirurangadi police station hereby entrusted to the DYSP C branch, Malappuram, with the immediate. C branch means crime branch. With immediate effect, the investigation officer DYSP crime branch shall conduct an effective and fruitful investigation in a flagrant manner and complete investigation at the earliest. The investigation officer is directed to submit report regarding the process of the investigation to the undersigned in due course without file. ഇത് നമ്മുടെ സമരം വിജയം കണ്ടിരിക്കുന്നു. യൂത്ത് ലീഗിന്റെ സഹപ്രവർത്തകന്മാർ ഇത്തരത്തിൽ അഴിമതി